അപ്പോൾ നമ്മളുടെയും ജീവിതം നോക്കിയാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടി ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ വെറുതെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ സപ്പോർട്ട് ലഭിക്കേണ്ട ചില ക്വാളിഫിക്കേഷൻസും നമ്മൾ കാണിക്കണ്ടേ. നേരാവണ്ണം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രീസിയേഷൻ ലഭിക്കുമല്ലോ. നമുക്ക് നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇല്ലേ? ഇപ്പോൾ ഈ കുടുംബജീവിതത്തിൽ മുതിർന്നവർ പോലും ചിലപ്പോൾ ഈ ദേവാലയത്തിൽ, ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോൾ നിങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദേവാലയത്തെ എത്രയോ താങ്ങി നിർത്തുന്നുണ്ടെന്നറിയാമോ? അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രം ഇവരിവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താ? ഇപ്പോൾ ഒരു മലയാളി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ പറ്റുന്നത്? ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റു ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ ചെയ്താലോ? അപ്പോൾ അപ്രീസിയേഷൻ കിട്ടുമോ? മാതാവിൻ്റെ അപ്രീസിയേഷൻ കിട്ടുമോ? ഈശോയുടെ അപ്രീസിയേഷൻ കിട്ടുമോ?